CPM നേതാവ് എ സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി അനിരുദ്ധൻ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു. CPM പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും കസ്തൂരി ഹിന്ദു ഐക്യവേദിയിലേക്ക് എത്തിയതിന്റെ പേരിൽ CPMനെതിരെ സൈബർ ഇടങ്ങളിൽ വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വരികയാണ്. എന്നാൽ തന്റെ പിതാവിന്റെയും സഹോദരന്റെയും പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരാനിരിക്കെയാണ് എ കസ്തൂരി ഇപ്പോൾ. CPMനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തിവരുന്നത്. ഭാരത സംസ്കാരത്തെ തകർക്കാനാണ് ഇടത് പാർട്ടികളുടെ എല്ലാം കാലത്തെയും ലക്ഷ്യമെന്നും ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കസ്തൂരി അനിരുദ്ധൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റുതിരുത്താൻ ഒരിക്കലും CPM തയ്യാറായിട്ടില്ല. ഇടത് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ഹിന്ദു ഐക്യവേദിയെന്നും കസ്തൂരി വ്യക്തമാക്കി. CPMന്റെ അഭിസംബോധന രീതികളെ പോലും കസ്തൂരി വിമർശിക്കുകയും ചെയ്തു. സമൂഹത്തിൽ ഇറങ്ങി ആളുകളുമായി ഇടപഴകുമ്പോൾ സഖാവ് എന്നാണ് തന്നെ അഭിസംബോധന ചെയ്തത്. RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃപദവി വഹിക്കുമ്പോൾ ഒഴികെ എല്ലാവരും ഇത്തരത്തിലുള്ള പേരുകൾ എന്നെ വിളിക്കാറുണ്ട്. സഖാവ് എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ടെന്നും അത് മനസ്സിലാക്കാതെയാണ് ഇന്ന് കേരളത്തിൽ ഇത് ഉപയോഗിക്കുന്നതെന്നും കസ്തൂരി വ്യക്തമാക്കുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു വാക്കാണ് സഖ എന്ന്. ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവനെന്നും ഒരിക്കലും നമ്മളെ കൈവിടാത്തവൻ എന്നും സഖ എന്ന വാക്ക് അർത്ഥമാക്കുന്നുണ്ട്. ഹിന്ദു ശാസ്ത്രപരമായ ദൈവികമായ ഒരു വാക്കുകൂടിയാണിത്. ഹിന്ദു ഐക്യവേദിയുടെ സാധാരണ പത്രപ്രവർത്തകനായി മാത്രമാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. ശനിയാഴ്ചയാണ് അധ്യക്ഷനാകുമെന്നുള്ള വിവരം അറിഞ്ഞത്. അതിനാൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന വിവരം സഹോദരൻ എ സബത്തിനെ അറിയിക്കാൻ സാധിച്ചില്ല. അധ്യക്ഷനായ ശേഷം ആദ്യം വിളിച്ചത് സഹോദരനെയാണ്. വിവരം അറിഞ്ഞപ്പോൾ സഹോദരൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്തില്ല. അഭിപ്രായം ആവശ്യമെങ്കിൽ സഹോദരൻ പരസ്പരം ചോദിച്ചറിയാറുണ്ടെന്നും കസ്തൂരി വ്യക്തമാക്കി. കോളേജ് കാലത്ത് SFIയിൽ സജീവമായിരുന്നുവെങ്കിലും പിന്നീട് ഇടത് ആഭിമുഖ്യം അവസാനിപ്പിച്ചെന്നും കസ്തൂരി ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുതിർന്ന CPM നേതാവ് കെ അനിരുദ്ധന്റെ മകനും എ സബത്തിന്റെ സഹോദരനുമായ എ കസ്തൂരി ഇന്നലെയാണ് ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റത്. തിരുവനന്തപുരം ജില്ലയിൽ CPM കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു അനിരുദ്ധൻ. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു അദ്ദേഹം. പാർട്ടി പിളർന്നപ്പോൾ CPMനൊപ്പം നിൽക്കുകയും ചെയ്തു. 3 തവണ MLAയും 1 തവണ MPയും തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കറിനെതിരെ ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച അനിരുദ്ധനെ ജെയിൻ കില്ലർ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ദീർഘകാലം CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ അനിരുദ്ധൻ പ്രവർത്തിച്ചിരുന്നു. CITU ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും ആയി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായതിനെ തുടർന്ന് 1963 നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭാ അംഗവുമായി. 1965 ജയിലിൽ കിടന്നുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കറിനെ പരാജയപ്പെടുത്തി. 1967 വീണ്ടും R ശങ്കറിനെ ചിറയൻകീഴിൽ പരാജയപ്പെടുത്തി. 1979 തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 1980 തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായി. 1989 തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റായി. കേരളം, നവകേരളം, വിശ്വകേരളം എന്നീ പത്രങ്ങളുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. മകൻ സബത്തും പാർട്ടിയിൽ ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ MP ആയിരുന്ന സബത്ത് തിരഞ്ഞെടുപ്പ് തോൽവിയോടെ CPM ഒതുക്കപ്പെടുകയായിരുന്നു.